ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാസ് വ്ളോഗ്സ് സമോസ്. ഇന്ന് ഈസ്റ്ററിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു ഫാമിലി വ്ളോഗായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ പാതിര കുർബാനയ്ക്കൊക്കെ പോയി വന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടാണ്. അപ്പോൾ എണീക്കാൻ കുറച്ച് നേരം വൈകി, കുറച്ചല്ല ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് എണീക്കാൻ പറ്റിയത് കേട്ടോ. തലേദിവസം അത്രയും പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ, അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ തലേദിവസം തന്നെ നമ്മൾ കറികളും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുന്ന കാരണം തലേദിവസം നല്ല പണിയാണ്. പിന്നെ ക്ലീനിങ്, വാഷിങ് എക്സെട്ര അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഈസ്റ്ററിന് ഉച്ചയായപ്പോഴേക്കും 12 മണിയായപ്പോഴേക്കും നമ്മുടെ ഫുഡൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. ചിക്കൻ റോസ്റ്റ്, ബീഫ് വരട്ടിയത്, പിന്നെ കാരിയില്ലേ ആ മീനായിരുന്നു കേട്ടോ കിട്ടിയത് നമുക്ക്. അപ്പോൾ അത് ഫിഷ് കറി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിൽ നാളികേരം പാലിൽ മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഒരു മീൻ കറി കേട്ടോ. പിന്നെ ദുഃഖ വെള്ളിയാഴ്ച ഞാൻ കുറച്ച് മാങ്ങച്ചാർ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് കുറച്ചുണ്ട് കേട്ടോ. ഫാമിലി വ്ളോഗ് നമ്മൾ കാണാറില്ല, ഇവിടെ അച്ചാർ വേഗം ഫിനിഷായി കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ. അമ്മൂസും പപ്പയും അച്ചാറിൻ്റെ ആരാധകർ, അത് കാരണം അച്ചാർ നിമിഷ നേരം കൊണ്ട് ഇവിടെ തീരും. പിന്നെ കുക്കുംബർ സവാള സലാഡ് ഉണ്ടായിരുന്നു, അത് അമ്മൂസിൻ്റെ സ്പെഷ്യലായിരുന്നു കേട്ടോ. പിന്നെന്താ, അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു. പിന്നെ നമ്മൾ ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ആയാലും ഞാൻ മസ്റ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ, ഒരു ട്രഡീഷണൽ പലഹാരം തന്നെയാണ് വട്ടയപ്പം. അപ്പോൾ അതില്ലാതെ ഒരാഘോഷം ഇല്ല കേട്ടോ. എനിക്ക് വട്ടയപ്പം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് എല്ലാ വിശേഷങ്ങൾക്കും ഉണ്ടാക്കും. പിന്നെ നമുക്ക് പള്ളിയിൽ നിന്ന് എഗ്ഗ് കിട്ടിയായിരുന്നു, ഈസ്റ്ററിൻ്റെ എഗ്ഗ്. അപ്പോൾ അതെടുത്തിട്ട് എല്ലാവർക്കും കിട്ടിയില്ല. അപ്പോൾ അതെടുത്തിട്ടൊരു റോസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ്. ചിക്കനിലേക്ക് മസാലയൊക്കെ പരട്ടിയപ്പോൾ അത് കുറച്ച് എഗ്ഗിലും ഇട്ടപ്പോൾ എഗ്ഗ് റോസ്റ്റും റെഡി, ചിക്കൻ റോസ്റ്റും റെഡി. രണ്ടിനും ഒരു മസാല തന്നെയില്ല. അപ്പം അമ്മസ് ഒരേ കുസൃതിയൊക്കെ കാണിക്കേണ്ടിയിരുന്നു. അപ്പം അച്ചൂസും എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഫുഡ് കഴിക്കാൻ പോയപ്പോഴാണ് പൈനാപ്പിൾ കട്ട് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ തന്നെ വേഗം വന്ന് കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ പച്ചപ്പും മനോഹരി ഇതൊക്കെ ഇഷ്ടമുള്ള കാരണം ആ പൈനാപ്പിൾ ഒരു ചെടിയടക്കമാണല്ലോ അത് വരിക. അപ്പോൾ ആ ഒരു മുകളിലുള്ള ടോപ്പ് ഭാഗം ഞാൻ ഒടിച്ചെടുത്തിട്ട് ഗ്ലാസ്സിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, വേര് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാം നമ്മൾ വീട്ടിലേക്ക് ആവശ്യത്തിന് വാങ്ങണ ആ പൈനാപ്പിളിൻ്റെ ഒക്കെ ഞാനിങ്ങനെ മുളപ്പിച്ച് പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടും മധുരമുള്ള പൈനാപ്പിളായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റുള്ള പൈനാപ്പിളായിരുന്നു. അപ്പോൾ അത് എല്ലാവരുടെ ഫുഡ് അടി കഴിഞ്ഞു തുടങ്ങിയിട്ടാണ്. ആമിക്കുട്ടി പപ്പയുടെ കൂടെ സെറ്റായിട്ട് ഇരിക്കുകയായിരുന്നു. പപ്പ എപ്പോൾ ചോറുണ്ടായിരുന്നാലും അപ്പം പപ്പയുടെ മുത്ത് മടിയിൽ കയറിയിരിക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടം പപ്പയുടെ കൂടെ ഇരുന്ന് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുറച്ച് സലാഡൊക്കെ എടുത്ത് കഴിച്ച് ആളിറങ്ങിപ്പോയി. പിന്നെ ഇത് ലാസ്റ്റ് ചാൻസ് എൻ്റെ ആയിരുന്നു. അപ്പോൾ രാവിലെ വട്ടയപ്പം ഉണ്ടാക്കുന്നത് മെയിനായിട്ട് നമ്മൾ പാതിര കുർബാനയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന് കിടന്നുറങ്ങി പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ശരിയാക്കി എടുക്കാൻ കുറച്ച് മടിയാവും. ആ സമയത്ത് വട്ടയപ്പൊക്കെ തലേ ദിവസം ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ പിന്നെ എല്ലാവരും ഒരു കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, കാപ്പിയോ ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വട്ടയപ്പം കഴിക്കാമല്ലോ രാവിലെ. അപ്പോൾ രാവിലെ എല്ലാവരും ചായ ഉണ്ടാക്കിയായിരുന്നു. ചായയും വട്ടയപ്പം ചിക്കൻ റോസ്റ്റും ഒക്കെ കൂട്ടിയിട്ടാണ് രാവിലെ കഴിച്ചത് കേട്ടോ. അപ്പോൾ ഡൈനിങ് ടേബിളിൽ വട്ടയപ്പം ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വട്ടയപ്പം. അല്ല ചിക്കൻ റോസ്റ്റ്, ബീഫ് റോസ്റ്റൊക്കെ ഇങ്ങനെ മുക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ ഞാൻ അതൊരു പീസ് ആദ്യം കഴിച്ച് പിന്നെ ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ വൈകുന്നേരത്തെ നമ്മുടെ ഈസ്റ്ററിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങളൊരു ഈവനിങ്ങോട് കൂടി വീട്ടിലേക്ക് വന്നു. അവിടെ അമ്മ നല്ല ബ്രാല്, നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിൽ തന്നെ ബ്രാല് മാങ്ങിക്കിട്ട് കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു, കറി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല സൂപ്പർ മീൻ കറിയാണ് കേട്ടോ. പിന്നെ അമ്മൂസ് നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗ്ലാസ്സുകളൊക്കെ കഴുകി ഒതുക്കി വയ്ക്കാൻ കേട്ടോ കഴിച്ച് കഴിഞ്ഞിട്ട്. പിന്നെ അമ്മ ബീഫും പിന്നെ നാളികേരക്കൊത്തിട്ടിട്ട് വരട്ടി വെച്ചതാണ് കേട്ടോ. പിന്നെ സൂപ്പർ ബിരിയാണി, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അച്ചൂസിന് ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ടേസ്റ്റ് ഉണ്ടെങ്കിൽ അവൻ നന്നായിട്ട് കഴിക്കും. അത് അവിടെ നിന്ന് പാർസലും കൊണ്ടാട്ടാണ് അവൻ വന്നത്. അമ്മമ്മ എനിക്ക് കൊണ്ടുപോകാനും വേണമെന്ന് പറഞ്ഞിട്ട് അമ്മമ്മ അതൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ട ഒരു റൈസ് ഒരെണ്ണത്തുമ്പോൾ തൊടാണ്ട് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ ഈ ഈസ്റ്ററിൻ്റെ ആ ഒരാഴ്ച ഭയങ്കര തിരക്കായിരുന്നു. എന്നും പള്ളിയിൽ പോലും അങ്ങനെ
വേറെ സ്ഥലങ്ങൾക്കൊക്കെ കുറച്ച് പോകാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പോയി വന്നപ്പോഴേക്കും ഡ്രസ്സുകൾ ഡെയിലി നമ്മൾ മെഷീനിലിട്ട് കഴുകിയെടുക്കും, ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ. പിന്നെ ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകണത് ഞാൻ പറയാറില്ല, എനിക്ക് കല്ലിൽ തന്നെ കഴുകിയാലൊരു സംതൃപ്തി ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ രാവിലെ തൊട്ട് കഴുകലായിരുന്നു കേട്ടോ, ഇന്ന് രാവിലെ തൊട്ട്. അപ്പോൾ അത് ഈവനിങ്ങോട് കൂടി ഷർട്ടിൻ്റെ സെക്ഷനിലേക്ക് ആയിട്ടുണ്ട്. പപ്പയുടെയും മോൻ്റെയും ഷർട്ടുകൾ കഴുകി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ കിടക്കുമ്പോഴേ പിന്നെ ഓവർലോഡ് ആവില്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈസ്റ്ററിൻ്റെ കുറച്ച് ഇതൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈസ്റ്ററിൻ്റെ വിശേഷങ്ങൾ. നെക്സ്റ്റ് നല്ലൊരു വ്ളോഗായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണ എല്ലാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും, പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദി. തുടർന്ന് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനൊന്നും മടി കാണിക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വ്ളോഗായിട്ട് വരാം. ബായ്.